എല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഈ വള്ളപ്പുരയിൽ എത്തിയിട്ടുള്ളത് 2 ഹാട്രിക്ക് നേടുമ്പം അതിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ബ്ലാത്തി സുകുമാരൻ എന്നറിയപ്പെടുന്ന വലിയ വള്ളംകളിക്കാരനാണ് ഈ ചുണ്ടൻ വള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. എല്ലാവരും പുതിയ തലമുറക്കാരെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. ഇങ്ങനെ ഒരു വള്ളംകളിക്കാരനെ നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് മേൽപ്പാടം നിവാസികൾക്ക് ഇന്ന് ആഘോഷരാവാണ്. ഈ മേൽപ്പാടത്ത് പുത്തൻചുണ്ടൻ നീരണിയുമ്പം ബ്ലാത്തി സുകുമാരനെ പോലുള്ളൊരു വ്യക്തി ഈ നീരണിയൽ ചടങ്ങിന് എല്ലാ ആശീർവാദങ്ങളും നേടിക്കൊണ്ട് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് ചേട്ടനോട് ആ പഴയ നെല്ലാനിക്കപ്പാപ്പച്ചൻ്റെ കാലത്തെ ആ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും ചോദിക്കാം. ചേട്ടാ, അന്നത്തെ ആ മത്സരത്തെ പറ്റി എന്ന് പറഞ്ഞു 2 ഹാട്രിക്കിന് ഉടമയാണല്ലോ. 3 ഹാട്രിക്കുണ്ട്. 3 ഹാട്രിക്ക്. പായിപ്പാടയിലെ കുമരകം ടൗണാണ്. അല്ലെന്ന് പായിപ്പാട് ഞങ്ങൾ ഹാട്രിക്ക് എടുത്തിട്ടാണ് കാരിച്ചാൽ. കാരിച്ചാ വള്ളത്തേല് പായിപ്പാട്ടെ കളി അല്ല. ഞാൻ നെഹ്റു ട്രോഫി ആണല്ലോ നമ്മൾ. നെഹ്റു ട്രോഫിക്ക് കല്ലൂപ്പറമ്പനയിലും അത് കഴിഞ്ഞ് കാരിച്ചാലയിലും. കല്ലുപറമ്പിലെ ഹാട്രിക്ക് കിട്ടിയില്ല. കല്ലുപറമ്പ് പുളിങ്ങുന്നതായിട്ട് സമയമായി. അത് സമയമായെങ്കിലും ഹാട്രിക്കാണ്. നെഹ്റു ട്രോഫി വള്ളം കളിക്കാത്ത സമയം എടുത്തവർ ഞങ്ങളേ ഉള്ളൂ. അതെ അതെ, ഒരു ക്യാപ്റ്റൻ ഒരു ടീം ഒരു വള്ളം. അതല്ല, ഈ കളിക്ക് എല്ലാം ഒരു ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റൻ ഒരു ടീം ഒരു വള്ളം എന്നുള്ളത് 82, 83, 84 കാരിച്ചാൽ ചുണ്ടൻ. അതെ അതെ. അപ്പം ചേട്ടൻ്റെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കാൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. പറഞ്ഞു. ഞാനിപ്പോൾ ഈ നമ്മുടെ മേപ്പാടം ചുണ്ടൻ്റെ നീരണിയുമായിട്ട് ബന്ധപ്പെട്ട് മേപ്പാടം ചുണ്ടൻ നമ്മൾ തമ്മിൽ ഞാനിവിടെ വന്ന് ഇപ്പം 3ാമത്തെ പ്രാവശ്യം അവിടെ വന്ന് കാണുന്നത്. എനിക്ക് അഭിപ്രായമുള്ളതല്ല. കാരണം വള്ളം സ്വല്പം തടിക്കോളും ഉണ്ട് വള്ളത്തിന്. അത് പിടിക്കുമ്പോൾ അറിയാം വള്ളത്തെ. പക്ഷേ ഇത് ആ തടിക്കോള് നല്ലതാണ്. എൻ്റെ അല്ല തുഴച്ചിലിന് നീക്കം കിട്ടാനും അത് നല്ലതാണ്. കാരണം തുഴശകല അയഞ്ഞാലും വള്ളം വലിയും. അതതിന്റെ ഗുണം. നമ്മൾ പറയുമ്പോൾ വലിയ വാക്കുകളാണ്, അനുഭവത്തിന്റെ വാക്കുകളാണ്. 2 ഹാട്രിക്ക് ഉൾപ്പെടെ നേടിയിട്ടുള്ള അനുഭവത്തിന്റെ വാക്കുകളാണ്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനിക്ക് 100% ഇഷ്ടപ്പെട്ട വള്ളമാണിത്. പിന്നെ ഈശ്വരന്റെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഈ വള്ളംകളിയുടെ ചില ഞൊടുക്ക് വിദ്യകളൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞു കൊടുക്കും. മേലേലും പറഞ്ഞു കൊടുക്കും. ഇപ്പം വയസ്സ് 82ആയി. 81 കഴിഞ്ഞ്. ഞാൻ എന്നെ വളരെ വല്ലതും ചെയ്യാനോ. ഇന്നലെ ജങ്കാറ കയറി തുടങ്ങിയപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു കയറാൻ. ഞാൻ പറഞ്ഞു കയറുന്നില്ലെന്ന്. വെറുതെ പണി ഉണ്ടാക്കേണ്ടത്. കരയ്ക്ക് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഈ വള്ളത്തിൻ്റെ കാര്യത്തിനും ഇപ്പം 3 പ്രാവശ്യം ഇവിടെ വന്നു. അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മുടെ ആരുടെയും കഴിവല്ല. അവിടെ 16 ചുണ്ടൻ ഒരെണ്ണം ജയിക്കത്തുള്ളൂ. ആലപ്പുഴ ഒരു ചുണ്ടനെ ജയിക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് പിന്നെ ഇപ്പോഴത്തെ കണക്ക് പറയുമ്പം ടൈമാണ്. അന്ന് ടൈമില്ല. ആ 3 എണ്ണത്തിന് തട്ടിയാൽ പിന്നെ നമ്മൾ ഫൈനലിൽ വരും. ഫൈനലിൽ വരുമ്പോൾ നമ്മൾ കപ്പെടുക്കുന്നു. ഇപ്പം അതൊന്നും പറഞ്ഞാലല്ല. ആദ്യം കൂടി ജയിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സെക്കൻഡോ മിനിറ്റോ വ്യത്യാസമുണ്ടെങ്കിൽ ഫൈനൽ വഴിയാതെ അവിടെ മാറി കിടക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സമയം. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തുഴയാവുന്ന രീതിയിൽ ഉള്ള ട്രെയിനിങ് കൊടുക്കും. അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം 10-30 പേര് ഇപ്പം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒന്ന് ഈ ജങ്കാരെ തുഴയിപ്പിച്ചു. ഇനിയിപ്പം നാളെ കംപ്ലീറ്റ് ആയിട്ട് തുഴയും. നാളെ ഞായറാഴ്ച പിന്നെ ട്രയൽ ഉദ്ഘാടനം വള്ളത്തെ. പിന്നെ എന്നും 2ഉം കെട്ടിയിട്ടിരിക്കുക. അതും 82 പേര് വരും. ചെറുതൊന്നുമല്ല. കഴിഞ്ഞ കൊല്ലം അതിട്ട് പായിപ്പാടം വള്ളത്തെ ഞങ്ങൾ തുഴയിക്കാം. പിന്നെ ഞങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഈ വള്ളത്തിന് ഈ നാട്ടുകാർക്കും ഈ വള്ളത്തിലൂടെ കപ്പ് ഇനി കൊണ്ടുവരാനുള്ള ഇത് ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നീരണിയൽ ചടങ്ങിലേക്ക് നീങ്ങാം. കുമരകം ബോട്ട് ക്ലബിൻ്റെ ലീഡിംഗ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ചൂരത്ര കുഞ്ഞുമനോവറുകളാണ്. അദ്ദേഹം ഈ വർഷത്തെ മത്സരത്തിൽ നമ്മുടെ മേൽപ്പാടം ചുണ്ടന് കന്നി മത്സരത്തിൽ തന്നെ ട്രോഫി അടിക്കുക എന്ന ലക്ഷ്യത്തിൽ ടീമിനെ ഒരുക്കി പുന്നമടയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് 1-2 വാക്കുകൾ പറയാൻ കാണും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവർ, ഞങ്ങൾ അവസാന നിമിഷമാണ് മേൽപ്പടം ചുണ്ടനും സമിതിയായിട്ട് ഇടപെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് വള്ളം പുന്നമടയിൽ മത്സരിക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ആ ചില കുറവുകളും പോരാട്ടം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അക്ഷീണ പരിശ്രമങ്ങൾ ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ടീം ലൈനപ്പിൽ ഞങ്ങളവിടെ പുന്നമടയിൽ മത്സരിച്ചിരിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ എവിടെയായിട്ടാണ്? പിന്നെ അതിൻ്റെ ട്രയൽ നടക്കുന്നത് മുത്തരിമുടയല്ല. മുത്തരിമുടയിൽ നമ്മൾ ട്രയൽ ഉദ്ഘാടനം ഉണ്ടെങ്കിലും വെച്ചുക്കായൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെച്ചു പഞ്ചായത്താണ് ശരിയായിട്ട്. വെച്ചുക്കായലിൻ്റെ തോടുണ്ട് അവിടെ, വലിയാറ് കായൽ തന്നെയാണ്, അവിടെയാണ് നടത്തപ്പെടുന്നത് ട്രയൽ നടക്കുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസത്തെ ട്രയലുകൾ ഒന്ന് മെച്ചപ്പെട്ട് വന്നു കഴിയുമ്പം നമുക്ക് ഇത് ട്രയലിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തീർച്ചയായും കുഞ്ഞുമോനെ അവിടെ വെച്ച് നമുക്ക് കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ, ടീമിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം അന്നേരം കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഇത് നമ്മുടെ മേൽപ്പാടം ചുണ്ടനിൽ മത്സരിക്കുന്ന കുമരകം ബോട്ട് ക്ലബിൻ്റെ 2 പങ്കായക്കാരാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് അശോകൻ. കളത്തറ. കാർത്തികേയൻ. അപ്പോൾ അവിടെ കുമരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കായക്കാരുടെ ഒരു കേന്ദ്രം. പഴയ എന്തുവാ കൊലാപൻ ചേട്ടനും ശിവൻ ചേട്ടനും. അപ്പം നിങ്ങളുടെ ഒരു പാരമ്പര്യം തന്നെ എനിക്ക് തോന്നുന്നത് കുമരകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പങ്കായം പിടിയിൽ അഗ്രഗണ്യന്മാരാ. സമയത്തെടുത്ത് വെച്ച് കളി ജയിപ്പിക്കാൻ ഉള്ള ചില ഞൊടുക്ക് വിദ്യകളൊക്കെ അറിയാവുന്നവരാണ്. ഈ വർഷം ഞങ്ങളോട് അവരൊക്കെ ഞങ്ങളുടെ ആശാന്മാരാണ്. അതായത് പൊന്നപ്പൻ, ശിവൻ, ശശി. ശശിയാണ് ഞങ്ങളുടെ ആശാൻ. അവർ ചേട്ടനിയന്മാർ, 2 അനിയന്മാർ. ഏറ്റവും അനിയൻ. അപ്പോൾ കുറേ തന്ത്രങ്ങൾ ഇത്തവണ നമ്മുടെ അതിനുള്ള ഭാഗ്യം കിട്ടിയേക്കുന്നത് മേപ്പാടം ചുണ്ടനല്ല. അപ്പം നമ്മളത് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ നിങ്ങളുടെ ആ ടീം ഒരുക്കങ്ങൾ വളരെ മെച്ചമാവട്ടെ. നമ്മുടെ നാട്ടിലോട്ട് ഈ ട്രോഫി എത്തിക്കാനുള്ള തീർച്ചയായും സഹായം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും ഒരു 2 വാക്ക് ജലോത്സവ പ്രേമികൾക്ക് വേണ്ടിയിട്ട്? നമുക്ക് തന്നെ പറയാം, നമുക്കിപ്പം വള്ളം ഇപ്പോൾ ഏറ്റവും നല്ല മികച്ചൊരു ടീമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുക. കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു 60 പേരോളം നല്ല സൂപ്പർ ടീം. ഇപ്പോഴും വള്ളം ഞങ്ങൾക്ക് കിട്ടാൻ ശകലം താമസിച്ചു. എന്നാലും ഒരു മാസത്തിനടുത്ത് ട്രയലിൽ കിടക്കുന്ന പിള്ളേരാണ് ഈ കിടക്കുന്ന പിള്ളേർ മുഴുവൻ. അവരുടെ ഇത് ഞങ്ങൾ മേപ്പാടത്തിൻ്റെ കമ്മിറ്റിക്കാർക്കെല്ലാം അയച്ചു കൊടുത്തതാണ്. എല്ലാവരും ഞങ്ങളുടെ ടീമെല്ലാം ഇപ്പോഴും ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വള്ളം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കളം മാറും എന്നുള്ളത് യാതൊരു സംശയവും. നേരത്തെ തുഴച്ചിക്കാരനായിട്ടല്ലേ? നേരത്തെ ഞാൻ പങ്കായക്കാരനായിരുന്നു. അവരുടെ അതായത് ശശിയൊക്കെ നിന്നപ്പോൾ ഞാൻ 5ാം പങ്കായ. മോഹൻ 1ാം തുഴയൊക്കെ ഇരിക്കുന്ന കാലത്ത് അല്ലല്ല അന്ന് പയ്യന്മാരല്ലേ? അന്ന് പയ്യന്മാരല്ലേ. അതായത് ശശിയുടെ ഏറ്റവും താഴെ നിന്ന് 5ാം പങ്കായക്കാരനാണ് ഞാൻ. കുമരകം ക്ലബിൻ്റെ ഒന്നാമത്തെ പങ്കായം എന്ന് പറഞ്ഞാൽ ചേട്ടനായിരുന്നു ശശിയുടെ 5ാം പങ്കായായിരുന്നു കാർത്തികൻ. ശശിയണ്ണൻ്റെ ഒരു പങ്കായം തന്നെയല്ല ഫേവറേറ്റ് എന്ന് പറയുന്നത്. ശശിയണ്ണൻ്റെ മീശ മുട്ടിയിട്ട് മറിഞ്ഞു വീഴുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇത്തവണ ഈ വള്ളത്തിൽ ഞങ്ങൾ അത് ശക്തമായിട്ട് മത്സരിക്കുന്നു. അതെ. അതുപോലെ മറ്റേ ഇളയ ചേട്ടനല്ലേ മറ്റേ നേരത്തെ ശിവൻ ചേട്ടനാണ് ചെറുതന ചുണ്ടനെ ജയിക്കാതിരുന്ന ചെറുതന ചുണ്ടനെ അവസാനം ശശിയുടെ അനിയൻ ശിവൻ്റെ അനിയനാണ് ഞാൻ അശോകൻ. അതെ. അപ്പോൾ എല്ലാ ഭാവങ്ങളും നമുക്ക് ഇപ്രാവശ്യം കപ്പ് ഇങ്ങ് തീർച്ചയായിട്ടും ജീവരം പഞ്ചായത്തിലെ ഈ മേപ്പാടത്തോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ. ഞങ്ങൾ ഈ നെഹ്റു ട്രോഫി ഇങ്ങോട്ട് മേപ്പാടത്ത് തന്നെ കൊണ്ടുവരും. അതിനുള്ള ഒരു ഇത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു ആർപ്പിടായാലും കൂടെ തീർച്ചയായിട്ടും. രണ്ടുപേരും കൂടെ കൊടുത്തോ. അവിടെ ഒന്ന് മാറി കൊടുത്തേ, മാറി കൊടുത്തേ, ഒരു വഴി കൊടുത്തേ. ഒന്നാം തോഴ ഒച്ച അവിടെ ഞങ്ങളോട് വന്നിട്ട് പോവേ. ചേട്ടാ ഇച്ചിരി പാടിക്കോ ചേട്ടാ. ഹലോ നിങ്ങൾ പൊറോട്ടയ്ക്കോ? കുഞ്ഞുചേട്ടാ പൊറോട്ട്. മക്കളെ വഴി ഒന്ന് കൊടുക്കണേ. വള്ളത്തെ കയറാൻ പോകണ്ട, വഴി കൊടുത്തേക്കണോ? വള്ളത്തെ കയറി വെച്ചോ. രാജൻ അപ്പുറോ ഇച്ചിരി പാടിക്കോ.
ഓക്കെ അല്ലേ? അവിടെ നോക്കുന്നു. ചെറിയ